മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തുന്ന വെർച്വൽ ക്യൂ നിയന്ത്രണം വിപരീത ഫലം സൃഷ്ടിക്കുമെന്ന അഭിപ്രായം ഉയരുന്നു. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി 14-15 തീയതികളിൽ 50,000-ഉം 40,000-ഉമാക്കി നിയന്ത്രിക്കുകയും 10-ാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി നിർത്തലാക്കുകയും ചെയ്യുന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. മകരജ്യോതി ദർശനം ലക്ഷ്യമാക്കി തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായി എത്തുക. വെർച്വൽ ക്യൂ ഇല്ലാതെയും തീർത്ഥാടകർ എത്തിയേക്കാം. വലിയാനവട്ടത്തു നിന്നുള്ള കാട്ടുപാത വഴിയും ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തും. ഇങ്ങനെ എത്തുന്ന തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്നാലും വൻ തിരക്ക് അനുഭവപ്പെടും. തടഞ്ഞു നിർത്തുന്ന തീർത്ഥാടകരിൽ പലരും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കാട്ടുവഴികളിലൂടെ സന്നിധാനത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതും ജ്യോതി ദർശനം സാധ്യമാക്കുന്ന സ്ഥലങ്ങളിൽ ക്രമാതീതമായി തടിച്ചുകൂടുന്നതും വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കും. മുൻ വർഷങ്ങളിലേതിന് സമാനമായി തീർത്ഥാടകരെ ജ്യോതി ദർശനം സാധ്യമാക്കുന്ന ഇടങ്ങളിലേക്ക് നിയന്ത്രിച്ച് കടത്തിവിടുന്നതിന് ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് ഇത് കാരണമായേക്കാം എന്നാണ് അനുഭവസമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.